ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 45-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. തേഷാം സമുപവിഷ്ടാനാം സർവേഷാം ദീനചേതസാ ഉവാച വാക്യം കാകുൽസ്ഥോ മുഖേന പരിശുഷ്യത. അവരെല്ലാവരും ദീനചിത്തരായിരിക്കവേ വാടിയ വദനത്തോടെ കാകുൽസ്ഥൻ ഈ വാക്യം പറഞ്ഞു: നിങ്ങൾക്ക് നന്മ വരട്ടെ, മറിച്ചൊന്നും കരുതരുത്. പൗരന്മാർ എന്നെക്കുറിച്ചും സീതയെക്കുറിച്ചും പറയുന്നത് എന്താണെന്ന് സർവരും കേൾക്കുക. പൗരാപവാദ സമകാംസ്തദാ ജനപദസ്യ വർത്തതേമൈ ബീബൽസ സാമ്യേ മർമാണി കൃന്തതി. നഗരവാസികളും നാട്ടിനും പുറത്തുകാരും വലിയ അപവാദം പറയുന്നു. എന്നിൽ വിദ്വേഷവുമുണ്ട്, അതിൻ്റെ മർമ്മങ്ങളെ പിളർക്കുന്നു. ഞാനാകട്ടെ മഹാത്മാക്കളായ ഇക്ഷാകുക്കളുടെ കുലത്തിൽ ജനിച്ചു. സീതയും മഹാത്മാക്കളായ ജനകന്മാരുടെ സൽക്കുലത്തിൽ പിറന്നവൾ. സൗമ്യ, ശൂന്യമായ ദണ്ഡകവനത്തിൽ വെച്ച് രാവണൻ സീതയെ അപഹരിച്ചതും അവരെ കൊല ചെയ്തതും നിനക്ക് അറിവുള്ളതാണല്ലോ. അന്ന് ജാനകിയെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ടായി. അവിടെ പാർത്ത സീതയെ ഞാൻ എങ്ങനെ നഗരത്തിലേക്ക് കൊണ്ടുപോകും? അതിൽ തെളിവിന് വേണ്ടി സീത അവിടെ ചെന്തിയിൽ ചാടി, സൗമിത്രേ, നീയും ദേവകളും കാണുകെ. അവ്യവാഹനായിരിക്കുന്ന അഗ്നിയും ആകാശഗോചരനായിരിക്കുന്ന വായുവും സീത നിർദോഷയാണെന്ന് പറഞ്ഞു. സർവ്വദേവ മഹർഷിമാരുടെയും സമുദ്രത്തിൽ വെച്ച് സൂര്യചന്ദ്രന്മാരും സീത നിർദോഷയാണെന്ന് അന്ന് തന്നെ ചൊല്ലുകയുണ്ടായി. ഇങ്ങനെ സർവൃത്തയായവളെ ദേവഗന്ധർവന്മാരുടെ സന്നിധിയിൽ ലങ്കാദ്വീപിൽ വെച്ചുകൊണ്ട് പുരന്തരൻ എന്റെ കയ്യിൽ തന്നു. അന്തരാത്മേ ചമേ വേത്തി സീതാം ശുദ്ധാം യശസ്വിനി. കീർത്തിമതിയായ സീത പരിശുദ്ധയാണെന്ന് എൻ്റെ അന്തരാത്മാവും അറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് സീതയെ അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇത് കനത്ത ലോകാപവാദമാണ്. എൻ്റെ ഹൃദയം ശോകസന്തത്വവുമാണ്. നാഗരികരും ഗ്രാമീണരും വലിയ അപവാദം പറയുന്നു. ഏതൊരുവനെപ്പറ്റി ലോകത്തിൽ അപകീർത്തി പറയപ്പെടുന്നുവോ ആ പ്രഭാതം നിലനിൽക്കുവോളവും അവൻ അധോലോകങ്ങളിൽ നിപതിക്കുന്നു. അപകീർത്തിയെ ദേവന്മാർ നിന്ദിക്കുന്നു, കീർത്തി ലോകത്തിൽ പൂജിക്കപ്പെടുന്നു. മഹാത്മാക്കളുടെ എല്ലാ ഉദ്യമങ്ങളും കീർത്തി നേടുവാനായിട്ട് വേണ്ടിയാണ്. അഭ്യഹം ജീവിതം ജഹ്യാം യുഷ്മൻ വാ പുരുഷഭാഹ. പുരുഷോത്തമന്മാരെ, അപവാദ ഭയഭീതനായാൽ ഞാൻ നിങ്ങളെയും ജീവനെയും ഉപേക്ഷിക്കും. സീതയുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ? അതിനാൽ അഴലാഴിയിൽ വീണുപോയ എന്നെ നിങ്ങൾ കാണുക. ഇതിലും വലിയൊരു ശോകമുണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. സൗമിത്രേ, നീ നാളെ പ്രഭാതത്തിൽ സുമന്ത്രം തെളിക്കുന്ന തേരിൽ കയറ്റി സീതയെയും കയറ്റി നാടിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കുക. ഗംഗായാസ്തു പരേ പാരേ വാൽമീകിയസ്തു മഹാത്മന. മഹാത്മാവായ വാൽമീകിയുടെ സ്വർഗസദൃശമായിരിക്കുന്ന ആശ്രമം ഗംഗയുടെ മറുകരയിൽ തമസാതീരത്തിൽ ഉണ്ട്. തത്രൈനാം വിജനേദേശേ വിസൃജ്യ രഘുനന്ദന. രഘുനന്ദന, ശൂന്യപ്രദേശത്ത് അവളെ വേഗം തിരിച്ചു വരിക. എൻ്റെ ആജ്ഞയെ നീ അനുസരിക്കുക. സീതയെക്കുറിച്ച് എന്നോടൊന്നും തന്നെ മറുത്തു പറയരുത് സൗമിത്രേ. എന്നാൽ നീ പോവുക. ഇതിനെക്കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല. നീ ഇതിന് തടസ്സം വരുത്തിയാൽ എനിക്ക് കടുത്ത അപ്രീതിയുണ്ടാകും. കൈകൾ കൊണ്ടും ജീവിതം കൊണ്ടും ഞാൻ നിങ്ങളെ ശപഥം ചെയ്യിക്കുന്നു. എന്നെ വല്ല വിധത്തിലും അനുനയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അഭീഷ്ടം തടസ്സപ്പെടുത്തി അവരെന്നും അഹിതന്മാരായിരിക്കും. നിങ്ങൾ എൻ്റെ കീഴിൽ നിൽക്കുന്നവരാണെങ്കിൽ എന്നെ മാനിക്കുക. സീതയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക. എൻ്റെ വാക്ക് അനുസരിക്കുക. പൂർവമുക്തോ അഹമനയാ ഗംഗാതീരെ അഹമാശ്രമാൻ. ഗംഗാതീരത്തിലുള്ള ആശ്രമങ്ങൾ എനിക്ക് കാണണമെന്ന് പണ്ട് അവൾ പറയുകയുണ്ടായി. അവളുടെ ആഗ്രഹവും നിറവേറ്റാം. ഏവമുക്താതുകാകുൽസ്തോ ബാഷ്പേണ പിതാനന. ഇങ്ങനെ പറഞ്ഞ ശേഷം ധർമാത്മാവായ രാഘവൻ സഹോദരന്മാരാൽ പരിവൃതനായി കണ്ണുനീരിൽ കുതിർന്ന വചനത്തോടെ വർത്തിച്ചു. ഇങ്ങനെ സീതയെ ത്യജിക്കാനുള്ള തീരുമാനത്തെ രാമൻ അറിയിക്കുന്നു ഈ സർഗത്തിൽ. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.